ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പേടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അലീന ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഗോവർദ്ധൻ അവളെ കാത്തു നിൽക്കുന്നുണ്ട്. ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസമാണ്. അഡ്വക്കറ്റിനെ കാണാനായിട്ട് ഗോവർദ്ധൻ ടൗണിലേക്ക് പോവുക കേട്ടോ. അങ്ങനെ അലീന ICUയിൽ കയറിയിട്ട് ബാലചന്ദ്രനെ കാണുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് അച്ഛൻ ഒരുപാട് പ്രായം ചെന്ന പോലെ അലീനയ്ക്ക് തോന്നുന്നുണ്ട്. തീർത്തും പരവശനായിരുന്നു. ആകെ വിഷമവും സങ്കടവും എല്ലാം കൊണ്ടും ആകെ ബാലചന്ദ്രൻ തകർന്നു പോയിരുന്നു. വീട്ടിൽ എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ അയാൾ ഒരു തളർന്ന സ്വരത്തിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല അച്ഛാ എന്ന് പറയാണ്. ബബിയും കൃഷ്ണമോളും എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് സങ്കടമുണ്ട്. അതില്ലാണ്ടിരിക്കുമ്പോൾ സാരമില്ല, എല്ലാം മാറും, അവരെന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ വീട്ടിലുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന്. പോലീസുകാർ പിന്നെ അവിടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്, ഇവിടെ കിടന്നുകൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം. നീ TV ഒക്കെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു, എല്ലാം കണ്ടു അച്ഛാ. അല്ല ഞാനൊന്നും കണ്ടില്ല, എൻ്റെ ഫോൺ പോലും നിങ്ങൾ തന്നില്ലല്ലോ എന്ന് പറയാട്ടോ. എന്തിനാ അച്ഛാ മനസ്സ് വിഷമിപ്പിക്കാനാണെങ്കിൽ വേറെ പല കാര്യങ്ങളും ഇല്ലേ, ഞാൻ പറയണോ എന്ന് ചോദിക്കുമ്പോൾ പറയൂ എന്ന് പറയണേ. ഞാൻ ഈ ഹോസ്പിറ്റലിലായ ശേഷം അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്കറിയണ്ടേ മോളെ. എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോ, ഇനി അവനെ ജീവിക്കാൻ കൊള്ളാവോ? ബാലൻ പിന്നെ ഒന്നും ഇങ്ങനെ ചോദിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അലീനയാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നില്ല. എന്നാലും അയാൾക്ക് മനസ്സിലാവാണ് അലീന ഒന്നും സംസാരിക്കാത്തതാണ്, എല്ലാ കാര്യങ്ങളും തന്നെ അറിയിക്കാത്തതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അയാൾ ഇത്രയും നേരം കണ്ണടച്ചങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. കുറച്ച് നേരം നെറ്റിയിൽ ഇളം ചൂടുള്ളൊരു സ്പർശനം. അയാൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അലീനയുടെ കൈപ്പടമാണ് ഇങ്ങനെ നെറ്റിയിൽ അലീന ഇങ്ങനെ നെറ്റിയിൽ കൈവച്ചേക്കാണ്. അവളുടെ മിഴികളിലാണെങ്കിൽ ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ ആയിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് നിങ്ങളുടെ ചുണ്ടൊക്കെ ഇങ്ങനെ വിതുമ്പ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പിന്നീട് അലീന ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ശാന്തത മനസ്സിലേക്ക് അരിച്ചു കയറുകയാണ്. അങ്ങനെ ഇരുട്ടിലൊരു മിന്നാമിന്നി നീന്തി വരുന്നത് പോലെ പതുക്കെ പതുക്കെ മനസ്സിലെമ്പാടും അതിങ്ങനെ ഒരു മയക്കം, ഒരു ശാന്തതയൊക്കെ ഇങ്ങനെ തോന്നുകയാണ് ബാലചന്ദ്രന്. 10 മണി ആയപ്പോഴേക്കും ഗോവർദ്ധൻ എത്തുന്നുണ്ട്. അലീന ബാലചന്ദ്രനോട് വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പായി എന്ന് അഡ്വക്കറ്റ് പറഞ്ഞു എന്ന് പറയാണ്. ഗോവർദ്ധൻ പറയുമ്പോൾ വീട്ടിൽ അവരെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പോയിക്കോട്ടെ എന്നും പറഞ്ഞ് അലീന ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. ഗോവർദ്ധനാണ് അലീനയോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് അവൾ പോയത്. പക്ഷേ ബബിയോ കൃഷ്ണയോ അതിലൊന്നും തൊട്ടിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ്. അലീനയ്ക്കും തന്നെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. കോളിംഗ് ബെല്ല് കേട്ട് അവർ ചെന്ന് ജനലിലൂടെ നോക്കുമ്പോൾ മനു മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കാണുക കേട്ടോ. പുറത്ത് കാറും കിടപ്പുണ്ട്. അലീന വാതിൽ തുറക്കുകയാണ്. ക്ഷീണിച്ച് ആകെ വിളറിയ ഒരു മുഖത്തോട് കൂടിയിട്ടാണ് മനു വരുന്നത്. ആകെ അലങ്കോലപ്പെട്ട മുടിയും ഡ്രസ്സും ഒക്കെ ആകെ ഒരു തളർച്ചയും ഒരുപാട് വിഷമവും ഒക്കെയാണ് മനുവിൻ്റെ മുഖത്ത്. മനുവേട്ട എന്ന് അലീനെ വിളിക്കുമ്പോൾ മനുവേട്ടൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, കയറി വാ എന്ന് പറയണം. അങ്ങനെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി അവിടെ ആ ലിവിങ് റൂമിൽ പോയിട്ട് അവൻ സോഫയിലേക്കൊന്ന് വീഴുന്ന പോലെ കണ്ടിരിക്കുകയാണ്. മനുവേട്ടൻ എവിടെയെങ്കിലും പോയിരുന്നോ, സ്റ്റേഷനിലോ വക്കീൽ ഓഫീസിലോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തോ അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എല്ലായിടത്തും പോയി, ഒന്നും ചെയ്യാനില്ല, ജാമ്യം കിട്ടില്ല, പോലീസുകാർ കാണിക്കില്ല, കോടതി റിമാൻഡ് ചെയ്യുമെന്ന് ഉറപ്പായി എന്ന് പറയണം. അങ്ങനെ രാഷ്ട്രീയക്കാരെല്ലാം മറുപക്ഷത്താണ്, ആരുമില്ല സഹായത്തിന് എന്ന് പറയുന്നുണ്ട്. അവൻ ആകെ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയാണ്. പത്രങ്ങളിലേക്ക് നോക്കാൻ വയ്യ, TVയിലോട്ട് നോക്കാൻ വയ്യ, ഫോണിൽ നോക്കാൻ വയ്യ, രാവിലെ മുതൽ എല്ലാ ചാനലുകളും അത് മാത്രമാണല്ലോ ഇത് കാണിക്കുന്നത്. അറസ്റ്റ് ചെയ്തതും ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നതും തെളിവെടുപ്പ് നടത്തുന്നതും എല്ലാം ലൈവായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുകയല്ലേ. കോടിക്കണക്കിന് ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്കല്ല മനുവിനാണ് സാന്ത്വനം വേണ്ടതെന്ന് അവൾക്ക് മനസ്സിലാവാണ്. ആകെ ഹൃദയം തകർന്ന അവസ്ഥയിലാണ് മനു കിടക്കുന്നത്. സ്വന്തം അനുജനും കസിനുമാണ് മാനഭംഗ കേസിൽ കുടുങ്ങി വാർത്തകളിലും ചിത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. മനു കൈവെള്ളയിൽ നെറ്റി താങ്ങി ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അലീന അരികെ ചെന്ന് ഇരിക്കുന്നുണ്ട്. വീട്ടിലെ അവസ്ഥ എന്താ മനുവേട്ടൻ ചോദിക്കുമ്പോൾ മരണ വീട്ടിൽ ചെന്ന് കയറുന്നത് പോലെ തോന്നിയത്. അമ്മയും രഞ്ജിനിയും ആകെ തളർന്ന് കിടക്കുകയാണ്. മുത്തശ്ശി സദാസമയത്തും പ്രാർത്ഥനയാണ്. പുറത്തേക്ക് അങ്ങനെ ഓടിപ്പോവാനും മനുഷ്യരുടെ രോഷവും പരിഹാസവും നിന്ദയും ഒക്കെ ഉണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ എല്ലാം ഉണ്ട്. ആൾക്കാരൊക്കെ കളിയാക്കി ചിരിക്കുകയാണ്. ഒരാളുടെ മുഖത്ത് നോക്കാൻ വയ്യ, എന്ത് ചെയ്യും, എല്ലാവരും കളിയാക്കുകയാണ് എന്നൊക്കെ പറയാമെന്ന്. അപ്പം അലീനയും പറയുന്നുണ്ട് അതേ മനുവേട്ട, എല്ലാവരും പരിഹസിക്കുകയാണ് എന്നൊക്കെ പറയുന്നത്. അലീന അവൻ്റെ തലയിൽ ഇങ്ങനെ കൈയമർത്തി അവനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഇരിക്കുകയാണ്. അവൻ മുഖം ഉയർത്തിയിട്ട് അലീനയെ നോക്കുകയാണ്. അപ്പോൾ അവളുടെ കണ്ണുകളിൽ ഇങ്ങനെ സങ്കടവും അതുപോലെ സ്നേഹവും കാരുണ്യമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അലീനയുടെ കണ്ണിൽ നിൽക്കുന്നത് മനു കാണുകയാണ്. ഞങ്ങളെ കൂടി ആശ്വസിപ്പിക്കേണ്ട ആളല്ലേ മനുവേട്ടൻ, വേറെ
ആരുണ്ട്? മനുവേട്ടൻ്റെ അടുത്ത് എൻ്റെ സങ്കടം പറയാമല്ലോ എന്ന് കരുതി എല്ലാം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്ന് അവൻ്റെ ശിരസിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് അവൾ പറയാട്ടോ. മനു അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് അതിലേക്ക് മുഖം വെച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. തൻ്റെ വിരലുകളൊക്കെ ഒരു ചൂടുള്ള നനവ് ഇങ്ങനെ വരുന്നത് അലീന മനസ്സിലാക്കുന്നുണ്ട്. മനുവേട്ട അലീന സങ്കടത്തോടെ വിളിക്കുമ്പോൾ അവൻ മുഖം ഉയർത്തുക കേട്ടോ. അവൻ്റെ കണ്ണുകളിലാണെങ്കിൽ കണ്ണീര് പുരണ്ടാകെ നനഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അലീന എന്ന് അവൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറ്റുമോ, എങ്ങനെ തോന്നി അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഇങ്ങനെ തോന്നി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാണ്. അലീനയ്ക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നേ ഇല്ല. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് നടന്ന് പോവുകയാണ്. ഊണുമുറിയിൽ അങ്ങനെ ആ ഡൈനിങ് ടേബിളിലെ കസേരയിൽ ചെന്നിരുന്ന് മേശപ്പുറത്തേക്ക് തല ചായച്ചിരുന്ന് വിങ്ങി പൊട്ടി കരയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനുവിൻ്റെ വിളി കേൾക്കുകയാണ്. അവൾ വേഗം കണ്ണും മുഖവും തുടച്ച് മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചില്ല, ഇന്നലെ പട്ടിണിയാണ് എന്നൊക്കെ പറയുമ്പോൾ മനുവേട്ടൻ എനിക്ക് ഞാൻ ഇപ്പോൾ തന്നെ വിളമ്പിത്തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന വേഗം കിച്ചണിലേക്ക് പോയിട്ട് മനു വാഷ് ബേസിനിൽ പോയി മുഖം കൈയൊക്കെ കഴുകി വരുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അവൾ കിടക്കുകയാണ്, വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് മനു. അങ്ങനെ ബബിയുടെ വാതിൽക്കൽ മനു എത്തിയപ്പോൾ അവൾക്കും ഒന്നും വേണ്ട, വിശപ്പില്ല എന്ന് പറയുമ്പോൾ ചെവിക്ക് പിടിച്ച് അവൻ അവളെ അതേമാതിരി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അലീന എല്ലാവർക്കും ഭക്ഷണം വിളമ്പാണ്. മനു ബബിയെയും കൃഷ്ണയെയും നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. രണ്ടുപേരെ അവൻ ഉപദേശിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വ്യക്തിവിരോധങ്ങൾ മറന്ന് നിങ്ങൾ അലീനയോടൊപ്പം നിൽക്കേണ്ട സമയമാണിത്. വേറെ ആരുമില്ല നിങ്ങൾക്ക് ഒരു തുണ. ഒരാപത്ത് വരുമ്പോൾ ഒരു വീട്ടിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് മനു ബബിയെ നോക്കിയിട്ടാണ് പറയുന്നത്. അവളൊന്നും മിണ്ടാതെ ഇങ്ങനെ ആരെയും നോക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അലീനയ്ക്ക് വേണമെങ്കിൽ നിങ്ങളെ ഈ നിലയിൽ വിട്ടിട്ട് അവളുടെ പാട് നോക്കി പോകാം, എന്നിട്ടും പോകാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് നിങ്ങളോട് മാത്രമല്ല ഈ കുടുംബത്തോടുള്ള സ്നേഹവും കടപ്പാടും കൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അലീന ചേച്ചിയുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് കൃഷ്ണ പറയണം. ഇന്നലെ ചേച്ചിയെ പോലീസ് കൊണ്ടുപോയപ്പോൾ ഞാനാ വിളിച്ച് എല്ലാവരോടും പറഞ്ഞത് എന്ന് മനുവിനോട് കൃഷ്ണ പറയുന്നുണ്ട്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, എന്തായാലും മോൾ അങ്ങനെ വിളിച്ചത് നന്നായി, അതുകൊണ്ട് അവളെ പോലീസിൽ നിന്ന് ഇറക്കാൻ പറ്റിയല്ലോ. ഒരു രാത്രി അവിടെ കിടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നിങ്ങനെ മനു ഇങ്ങനെ ഓർക്കണം, ഒരു ഭയത്തോട് കൂടിയിട്ട് ഓർക്കണം. കാരണം ആ പോലീസുകാരൻ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. മനു മനുഷ്യങ്കര വല്ലായ്മയോടെ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒടുവിൽ ബബിയോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ്, രോഹിത് പോലീസ് കസ്റ്റഡിയിൽ, അത് ഓർമ്മ വേണം, അലീന പറയുന്നത് അനുസരിക്കണം എന്ന് പറയുമ്പോൾ അവളൊന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവുകയാണ്. മനു എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കോടതിയിൽ പോകണം, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മനു എഴുന്നേൽക്കുകയാണ്. ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കും, ജാമ്യം കിട്ടില്ലെങ്കിലും അവരെ കാണാനോ സംസാരിക്കാനോ പറ്റുമോ എന്നൊന്നും നോക്കണം എന്ന് പറഞ്ഞ് മനു പോകാൻ തുടങ്ങുമ്പോൾ അലീനയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ധൈര്യമായിട്ട് നിൽക്കണം, അങ്കിളിനും എനിക്ക് നീ മാത്രമാണ് ഒരു ആശ്രയം, നിന്നെക്കൊണ്ട് ആശ്വസിപ്പിക്കണം എന്ന് കരുതി തന്നെ വന്നത്. പക്ഷേ നമുക്ക് സ്നേഹമുള്ളവരെ കാണുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ അടയ്ക്കാൻ കഴിയാതെ വിങ്ങിപ്പോകും. സോറി അലീന, ഞാനുണ്ട് നിൻ്റെ കൂടെ, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് മനു യാത്ര പറഞ്ഞു പോവുകയാണ്. അങ്ങനെ കോടതി വളപ്പിൽ നിറയെ ആൾക്കൂട്ടാണ്. ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനക്കൂട്ടാണ്. ബലാത്സംഗ കേസുകളിലെ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് അവർ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. പത്രവും മീഡിയയും എല്ലാം ഉണ്ട് കേട്ടോ. ആളുകളെ നിയന്ത്രിക്കാനായിട്ട് വലിയൊരു പോലീസ് സന്നാഹം തന്നെ കോടതി വളപ്പിലുണ്ട്. 11 മണിയായതോട് കൂടിയിട്ട് പ്രതികളെ കയറ്റിയ വാൻ കോടതിയിലെത്തി. ആൾക്കൂട്ടം വാനിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. പോലീസ് ലാത്തി വീശി ആൾക്കൂട്ടത്തെ പിന്നോക്കം പായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് വാനിന് നേരെയും കല്ലേറുണ്ടായതോടെ പോലീസ് ലാത്തി ചാർജ് നടത്തുകയാണ്. അട്ടഹാസവും ചീത്തവിളിയും ആൾക്കൂട്ടത്തിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്നുണ്ട്. കനത്ത പോലീസ് ഇങ്ങനെ സംരക്ഷണത്തിലാണ് പ്രതികളെ ഓരോരുത്തരെയായിട്ട് വാനിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്നത്. കോടതി വരാന്തയിൽ തൂണിനോട് ചേർന്ന് നിന്ന് മനു ആ കാഴ്ച കാണുകയാണ്. വിലങ്ങ് വെക്കപ്പെട്ട പ്രതികൾ. ഹരിശങ്കറാണ് ഏറ്റവും മുന്നിൽ, രോഹിത് ഏറ്റവും പിന്നിലും. ന്യൂസ് ചാനലുകാരും മീഡിയക്കാരും എല്ലാം തിരക്ക് കൂട്ടുന്നുണ്ട്. അവരുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാനും അവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് ക്യാമറയും ലൈറ്റും എല്ലാം അവരുടെ മുഖം ഒപ്പിയെടുക്കുകയാണ്. പ്രതികളെ ലക്ഷ്യം വെച്ച് ആൾക്കൂട്ടം ആക്രോശിക്കുന്നുണ്ട്. പഴത്തൊലിയും ചെരുപ്പുകളും ചീമൊട്ടയും അതുപോലെ ചീഞ്ഞ തക്കാളിയും ഒക്കെ എവിടെ നിന്നൊക്കെയോ ചീറി വരുന്നുണ്ട്. പോലീസ് ലാത്തി വീശി ആളുകളെ വിരട്ടി ഓടിക്കുകയാണ്. ഹരിശങ്കർ വിലങ്ങിട്ട കൈകൾ ഉയർത്തി മുഖം മറച്ചു പിടിക്കുന്നുണ്ട്. പുറകിലുള്ള പ്രതികളും അത് അനുകരിക്കുകയാണ്. രോഹിത് തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. 4 പേരും നടക്കുമ്പോൾ വേച്ചു പോകുന്നുണ്ട്. കാരണം പോലീസ് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. പോലീസ് വലയത്തിനുള്ളിലൂടെ അവർ ഇങ്ങനെ ഉന്തിത്തള്ളി പോലീസുകാർ കോടതിയുടെ ഹാളിൽ എത്തിക്കുന്നുണ്ട്. ജനക്കൂട്ടം കോടതി വരാന്തയിലേക്ക് ഇരച്ച് കയറുകയാണ്. ആ സമയത്ത് പോലീസ് വീണ്ടും ലാത്തി വീശി അവരെ ഓടിക്കുന്നുണ്ട്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കുകയാണ്. ആൾക്കൂട്ടത്തിൻ്റെ ആരവം മൂലം കോടതിയിൽ നടക്കുന്നത് കേൾക്കാൻ പോലും കഴിയുന്നില്ല. ഇടയ്ക്ക് ഗോവർദ്ധൻ വക്കീലിനോടൊപ്പം പുറത്തേക്ക് വരുന്നത് മനു കാണുകയാണ്. അവൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന് പറയാണ്. ഗോവർദ്ധൻ ശബ്ദം താഴ്ത്തി ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി 15 ദിവസം കഴിഞ്ഞ് ജാമ്യക്കാരെ നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ മനു ഒന്നും മിണ്ടുന്നില്ല.
ജനക്കൂട്ടത്തിൻ്റെ രോഷം പകർന്ന് പോലീസ് പ്രതികളെ ഉടനെ പുറത്തേക്ക് ഇറക്കുന്നില്ല. കോടതി നടപടികൾ കഴിഞ്ഞിട്ട് ആൾക്കൂട്ടം മെല്ലെ പിരിഞ്ഞു തുടങ്ങുകയാണ്. പ്രതികളെ കനത്ത പോലീസ് കാവലോട് വാനിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഗോവർദ്ധനും മനുശങ്കറും ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. ബാലചന്ദ്രൻ ബെഡിൽ ഇങ്ങനെ ചാരിക്കിടപ്പാണ്. റിമാൻഡ് ചെയ്തു അല്ലേ എന്ന് അയാൾ ഇങ്ങനെ ചോദിക്കുകയാണ്. 15 ദിവസത്തേക്കേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് മനു. അവരെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു, സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറയണം. എനിക്ക് ഇവിടെ കിടക്കാൻ വയ്യ മനു, വീട്ടിൽ പോകണം, ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടറോട് പറയണം എന്ന് പറയണം ബാലചന്ദ്രൻ. അത് പറയുമ്പോഴും ബാലചന്ദ്രന് വയ്യാട്ടോ. അപ്പോൾ മനു തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഡോക്ടറെ സമ്മതിക്കണം, എനിക്ക് ഇവിടെയാണ് കൂടുതൽ ടെൻഷൻ, ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാം, ICUലായതുകൊണ്ട് ആരും തള്ളിക്കയറി വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഡോക്ടേഴ്സ്, നഴ്സുമാർ അവരിൽ പലരും യാതൊരു കാര്യവുമില്ലാതെ ഇതിനകത്ത് കയറി ഒരു അബദ്ധം പറ്റിയ മട്ടിലൊന്ന് ചുറ്റിത്തിരിഞ്ഞിറങ്ങി പോകുന്നു. എനിക്കറിയാം, ബലാത്സംഗ കേസിൽ പ്രതിയുടെ അച്ഛനെ കാണാനാണ് അവർ വന്നു പോകുന്നതെന്ന്. ഡോക്ടറെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു നോക്കാം എന്ന് പറയുന്നുണ്ട് ഗോവർദ്ധൻ. അങ്ങനെ ഡോക്ടർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും വൈകുന്നേരം ഞാൻ ഈ ബെഡിൽ നിന്ന് ഇറങ്ങി നടന്നു പോകും, ആർക്ക് തടയാൻ പറ്റുമെന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറയണം. അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന്, ഇനി അവിടെ നിൽക്കില്ല എന്ന് അവർക്ക് ബോധ്യമാവുന്നുണ്ട്. അങ്ങനെ അവർ ഡോക്ടറെ ചെന്ന് കാണുകയാണ്. 4 മണിയായപ്പോൾ മനു കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. കൊല്ലപ്പള്ളി വീട്ടിൽ ബന്ധുക്കളുടെ തിരക്കായിരുന്നു. ഹരിശങ്കർ പോലീസ് കസ്റ്റഡിയിലായത് അറിഞ്ഞ് പലരും എത്തിയിട്ടുണ്ട്. ഹരിശങ്കറിനെ കേസിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കും എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുകയാണ്. പോലീസിനെ സ്വാധീനിക്കാൻ കോടികൾ ചിലവാക്കാൻ അവർ തയ്യാറാണ്. ശിവശങ്കർ മേനോൻ ഗൾഫിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. മനു അച്ഛനെ കൂട്ടാൻ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. വൈകുന്നേരം ബാലനെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. 7 മണി വരെ അവർ കാത്തിരുന്ന് ഇരുട്ടിയ ശേഷമാണ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്നത്. ഗോവർദ്ധൻ വണ്ടിയുമായി വന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ ബാലൻ തനിയകത്തേക്ക് കയറി പോവാണ്. അച്ഛനെ കണ്ടതും കൃഷ്ണമോളും ബബിയും കരയാൻ തുടങ്ങിയാണ്. ബാലചന്ദ്രൻ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തിനാ മോളെ കരയുന്നത്, അവനൊരു തെറ്റ് പറ്റി, ആരാ തെറ്റ് ചെയ്യാത്തവർ വിഷമിക്കേണ്ട കേട്ടോ, അച്ഛൻ വന്നില്ലേ എന്നൊക്കെ പറയണം. ബബിതയുടെ മുറിയിൽ ചെന്ന് അയാൾ വിളിക്കുന്നുണ്ട്. അവൾ വാതിൽ തുറന്ന്, നീ എന്താ വാതിൽ അടച്ച് അകത്തിരിക്കുന്നത്? ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നേരത്തെ അലീനയും കൃഷ്ണയും കൂടിയാണ് വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നത്. അവളുടെ കണ്ണിലെ ചോദ്യങ്ങൾ ബാലന് വായിക്കാമായിരുന്നു. പിന്നെ എന്ത് ചെയ്യണം ഞാൻ, റോഡിൽ ഇറങ്ങി നടക്കണോ, പൊതുജനത്തിൻ്റെ പരിഹാസം കേൾക്കണോ, ആരാണ് ഇതെല്ലാം വരുത്തി വെച്ചത് എന്ന് അവളിങ്ങനെ ചോദിക്കുകയാണ്. സാരമല്ല, ഈ വിഷമഘട്ടം എല്ലാം മാറും. എന്നിട്ട് ഇനി എന്തിനാ അച്ഛ ജീവിച്ചിരിക്കുന്നത്? അവളുടെ വാക്കുകളിൽ പകയും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. ബാലനൊന്നും മിണ്ടുന്നില്ല. ഗോവർദ്ധൻ ബാലനെ താങ്ങി പിടിച്ച് മുകളിലെ മുറിയിൽ എത്തിക്കുന്നുണ്ട്. ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ഗോവർദ്ധൻ ചോദിച്ചപ്പോൾ ബാലൻ അയാളെ നോക്കി. തൻ്റെ വലങ്കൈയായി ഇനി ഗോവർദ്ധൻ മാത്രമേ ഉള്ളൂ എന്ന് അയാൾക്ക് തോന്നിപ്പോവാണ്. 8 മണിയായപ്പോൾ അലീന ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. കഞ്ഞിയും ചമ്മന്തിയും അങ്ങനെ അയാളെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. അലീന അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛൻ തോറ്റിട്ടില്ല അച്ഛ, ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അലീന ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നു. ബാലചന്ദ്രനാണെങ്കിൽ സങ്കടം കൊണ്ട് കരഞ്ഞു പോവാണ്. അങ്ങനെ ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഫോൺ തുറന്നപ്പോൾ പ്രതികളെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു അതിൽ കാണുന്നത്. തൻ്റെ മകൻ ഒരു പ്രതിയെ പോലെ നടന്നു പോകുന്ന ദൃശ്യം കണ്ട് അയാളുടെ ചങ്ക് പൊട്ടിപ്പോവാണ്. എല്ലാ ന്യൂസ് ചാനലുകളിലും ഈ വാർത്തയാണ്. തൻ്റെ സ്ഥാപനങ്ങളുടെ പേരും വാർത്തയിൽ വരുന്നുണ്ട്. മറ്റൊരു സോഷ്യൽ മീഡിയ ചാനലിൽ ഒരു വാർത്ത കൂടി അയാൾ കണ്ടു. രോഹിത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരി അലീനയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നു. അലീനയ്ക്ക് ഈ സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധമുള്ളതായി പോലീസ് സംശയിക്കുന്നു എന്നിങ്ങനെ കാണുമ്പോൾ അലീനയെ പോലീസ് കൊണ്ടുപോയ വിവരം ബാലൻ അറിഞ്ഞിരുന്നില്ല. അയാൾ ഉടനെ അവളെ വിളിക്കുകയാണ്. അയാളുടെ മുഖം ചുവന്നിരിക്കുന്നത് കണ്ടപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. നീ എന്തുകൊണ്ടാണ് ഈ കാര്യം എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ICUലായിരുന്നില്ലേ, ഞങ്ങൾ അക്കാര്യം ഓർക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തോ, അവർ ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛ എന്ന് പറയണം. നീ കള്ളം പറയണം, പൊയ്ക്കോ എന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്നുണ്ട്. അലീനയുടെ കണ്ണ് നിറയാണ്. അവൾ അച്ഛൻ്റെ അരികിൽ വന്ന് ഇരുന്നിട്ട് പറയുന്നുണ്ട്. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ചുരുക്കി പറയാണ്. അങ്ങനെ മനോജും DYSPയും ഇടപെട്ട കാര്യമെല്ലാം അവൾ പറയുന്നുണ്ട്. വാർത്തയിൽ കണ്ടതൊന്നും സത്യമല്ല അച്ഛ, അച്ഛൻ വിഷമിക്കാതിരുന്നാൽ മതി. 8 മണി കഴിഞ്ഞപ്പോൾ ശിവശങ്കരനും മനുവും എത്തുകയാണ്. അലീനയെ കണ്ടതും ശിവൻ്റെ മുഖം കറക്കുകയാണ്. അയാൾ മുകളിലേക്ക് വരുന്നുണ്ട്. എന്താ ബാലചന്ദ്ര, ഒരു രക്ഷാമാർഗവും ഇല്ലല്ലോ എന്ന് പറയണം. നമ്മുടെ കുട്ടികൾ 2 പേരും ഊരാക്കുടുക്കിലാണല്ലോ എന്ന് പറയുമ്പോൾ ശിവേട്ടൻ എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കണം. ഇന്നലെ വന്നപ്പോൾ മുതൽ നെട്ടോട്ടമാണ്. ഒരു ആപത്ത് വന്നപ്പോൾ സഹായിക്കാൻ ഒരാളുമില്ല. രാഷ്ട്രീയക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ ഓടുകയാണ് ചെയ്യുന്നത്, ഒരു രക്ഷയുമില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ശിവേട്ട, നമ്മുടെ മക്കൾ തെറ്റു ചെയ്തു, അതിന് ശിക്ഷ അനുഭവിക്കാതെ വയ്യ എന്ന് ബാലൻ പറയണം. തെറ്റു ചെയ്യുന്നവരെല്ലാം ശിക്ഷ അനുഭവിക്കണം എന്നുണ്ടോ എന്ന് ശിവൻ ഒരു ഭയങ്കര ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. ഇല്ല, അതറിയാൻ ഞാൻ ഒരുപാട് വൈകി. തെറ്റു ചെയ്യുന്ന മിടുക്കന്മാർ സുരക്ഷിതമായി ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ബാലൻ ഇങ്ങനെ കുത്തി പറഞ്ഞപ്പോൾ ശിവന് കാര്യം മനസ്സിലാവുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അവരിങ്ങനെ ആലോചിക്കുന്നുണ്ട്. രാജീവിന് വരാൻ കഴിയില്ലെന്നും ഗംഗേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ശിവൻ പറയണം. മനുവും ശിവനും കൂടി രാഷ്ട്രീയക്കാരൊക്കെ കാണാൻ പോകുന്നുണ്ട്. ബാലൻ തളർന്ന് ആ മുറിയിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ
എന്താണെങ്കിലും ഇനിയിപ്പോൾ എങ്ങനെയാണ് രോഹിത്തിനെയും അതുപോലെ ഹരിയൊക്കെ രക്ഷിക്കാൻ ഇവർ നെട്ടോട്ട് ഓടുന്നതെന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിലായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, രോഹിത്തിനെ മാത്രമേ രക്ഷിക്കാൻ അലീന മുന്നിട്ട് ഇറങ്ങുന്നുള്ളൂ. കാരണം രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അലീനയ്ക്ക് ബോധ്യമാകുന്നുണ്ട്. രോഹിത്തിനോട് സംസാരിക്കുന്നതിലൂടെയിട്ട് രോഹിത്ത് സത്യമാണ് പറയുന്നത് എന്ന് മനസ്സിലാവുകയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും രോഹിത്തിനെ രക്ഷിച്ചെടുക്കണം. പക്ഷേ അതിനുള്ള ഒരു വഴിയൊന്നും കാണുന്നില്ല. അതിനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു അങ്കലാപ്പിലാണ് അലീന ഉള്ളത്. ഇതിൻ്റെ ബാക്കി സ്റ്റോറി ഞാനിങ്ങനെ ഓരോ ദിവസം പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നോവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോറി പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ.